പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. യഥാസ്ഥാനപ്പെടുത്തുന്ന ശുശ്രൂഷ. തെറ്റിപ്പോയ സ്ഥാനത്ത് നിന്ന് അകന്നു പോയെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപയാൽ ആ സ്ഥാനത്തേക്ക് തിരിച്ച് കൊണ്ടുവരുന്ന അവസ്ഥ, അതാണ് ശുശ്രൂഷ. യഥാസ്ഥാനപ്പെടുത്തുന്ന ശുശ്രൂഷ. സ്ഥാനം തെറ്റിപ്പോയാൽ ശരിയായ സ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്നതായ ശുശ്രൂഷ. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. തെറ്റിപ്പോയ ഒരാളെ ദൈവസ്നേഹം പിന്തുടരുന്നു. വഴിതെറ്റിപ്പോയ ഒരാളെ കർത്താവിൻ്റെ സ്നേഹം അനുഗമിക്കുന്നു. വഴിതെറ്റിപ്പോയ ഒരാളെ തിരിച്ചു വരുത്തുവാൻ കർത്താവിൻ്റെ സ്നേഹം അധ്വാനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനെ തേടുന്നതായ ദൈവത്തിൻ്റെ സ്നേഹം. വേദപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം, മനുഷ്യ നീ എവിടെ എന്നുള്ളതാണ്. നീ എവിടെ എന്നാണ് ആദ്യത്തെ ചോദ്യം. നീ എവിടെ പോയി എന്നാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ ചോദ്യം, യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ്. ഈ വാക്യങ്ങൾക്ക് തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒന്ന്, ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു. 2, മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു. ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു, നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വേദനയോടെ ഏദൻ തോട്ടത്തിലെ തരുനിരകളുടെ ഇടയിൽ കൂടി നടക്കുന്ന നിത്യനായ ദൈവം. മനുഷ്യൻ്റെ സംസർഗവും അവൻ്റെ കൂട്ടായ്മയും ആഗ്രഹിക്കുന്ന ദൈവം. മനുഷ്യനോട് വാസം ചെയ്യുവാനും മനുഷ്യനോട് സഞ്ചരിക്കുവാനും ആഗ്രഹിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹമാണ് നാം ആ ചോദ്യത്തിൽ കാണുന്നത്. നീ എവിടെയെന്ന ചോദ്യം. മനുഷ്യൻ തെറ്റിപ്പോയിരുന്നു. മനുഷ്യൻ വീണുപോയിരുന്നു. കർത്താവിനറിയാം മനുഷ്യൻ വീണുപോയി എന്ന്. അവൻ എവിടെയാണെന്നും കർത്താവിനറിയാം. പക്ഷേ അവൻ എവിടെയാണെന്ന് അവൻ തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നീ എവിടെ?
മകനെ നീ എവിടെയാണ്? ആദാമേ നീ എവിടെയാണ്? വേദപുസ്തകത്തിൽ ആ ചോദ്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് കാണുന്നത്. അവിടെ ആദാമേ നീ എവിടെയെന്നില്ല, മനുഷ്യ നീ എവിടെയെന്നില്ല, നീ എവിടെയെന്ന് ദൈവം ചോദിച്ചു. നീ എവിടെ? ആദാം ദൈവത്തിൻ്റെ കാലൊച്ച കേട്ട് തരിനിരകളുടെ ഇടയിൽ മറഞ്ഞിരിക്കുകയായിരുന്നു, ഒളിച്ചിരിക്കുകയായിരുന്നു. ആദാമിന് ലജ്ജ തോന്നിയിരുന്നു. പാപം ചെയ്താൽ ലജ്ജ വരും. പാപം ചെയ്താൽ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ പ്രയാസമാണ്. ദൈവസന്നിധിയിൽ ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെടും. പാപം ചെയ്താൽ ദൈവമക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ പോലും നോക്കാൻ പ്രയാസമുണ്ട്. ദൈവമക്കളുടെ കൂട്ടായ്മയിൽ വരാൻ മനസ്സ് മടിക്കും. പാപം ചെയ്താൽ ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് മുട്ടുമടക്കാൻ പോലും മനസ്സ് തയ്യാറാവുകയില്ല. എന്നാൽ മനുഷ്യൻ ഭയന്നും ലജ്ജിച്ചും അവൻ മാറി നിൽക്കുകയാണ്. നീ എവിടെ എന്ന് ദൈവം ചോദിച്ചു. ഞാൻ മരങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ഭയപ്പെട്ടു പോയി. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുകയല്ല വേണ്ടത്, ദൈവത്തെ സ്നേഹിക്കുകയാണ് വേണ്ടത്. ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ഭയപ്പെടണ്ട. ദൈവം സ്നേഹനിധിയാണ്. സ്നേഹനിധിയായ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തെ സ്നേഹിക്കണം. നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വേദനയോടെ ദാഹത്തോടെ ഏദൻ തോട്ടത്തിലൂടെ നടക്കുന്ന നിത്യനായ ദൈവത്തിൻ്റെ കാലൊച്ച ഇന്നും വാസ്തവത്തിൽ നാം ഓരോരുത്തരും ആ കാലൊച്ച കേൾക്കേണ്ടതാണ്. നീ എവിടെയാണ് മകനെ നീ ഒളിച്ചിരിക്കുന്നത്? മകളെ നീ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? സക്കായി മറിഞ്ഞിരുന്നു, ഒളിച്ചിരുന്നു. കർത്താവ് സക്കായിയെ വിളിച്ചു. സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞു. മരത്തിൻ്റെ ചില്ലകളുടെ മറവിൽ, ആ ഇലച്ചില്ലുകളുടെ മറവിൽ സക്കായി ഒളിച്ചിരിക്കുകയായിരുന്നു. കർത്താവ് അവിടെ വന്ന് നിന്നു. മുകളിലേക്ക് നോക്കി കർത്താവ് സക്കായിയെ വിളിച്ചു. സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ഒളിച്ചിരിക്കുന്നവൻ വെളിച്ചത്ത് വരുത്തുന്നതിനാണ് ദൈവത്തിൻ്റെ സ്നേഹം. മറഞ്ഞിരിക്കുന്നവനെ മറനീക്കി പുറത്ത് കൊണ്ടുവരുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അകന്നു പോയവനെ അടുപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. നാം ഒന്ന് ചിന്തിക്കൂ, നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ, കർത്താവിൻ്റെ കൃപാസനത്തിൻ്റെ അരികിലേക്ക് അടുത്ത് ചെല്ലുവാൻ സാധിക്കാത്ത വിധത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മെ തടുക്കുന്നുണ്ടോ? മനസ്സിനെ അലട്ടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നതിന് തടസ്സമായ ഏതെങ്കിലും പാപങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടോ? നാം ചിന്തിച്ച് നോക്കിയാൽ കാണാം, പല പല തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോയി. ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടു പോയി. ഇബ്രാഹിം ലേഖന കർത്താവ് പറയും, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടാനത്രയും നമുക്കുള്ളത്. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടാനത്രയും നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹം മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവസ്നേഹം മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അകന്നുപോയ മനുഷ്യനെ അടുപ്പിക്കാൻ ദൈവസ്നേഹം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇനി മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവനോട് ദൈവത്തെ അന്വേഷിക്കണം. ദൈവസ്നേഹം മനുഷ്യനെ അന്വേഷിക്കുന്നു, മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കണം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം 42-ാം സങ്കീർത്തനത്തിൽ. നിൻ്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ വിളിക്കുന്നു. നിൻ്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴം ആഴത്തെ വിളിക്കുന്നു. ആഴിയെ വിളിക്കുന്നു എന്ന തർജ്ജമ ആഴം ആഴത്തെ വിളിക്കുന്നു എന്നാണ് തർജ്ജമ ചെയ്യേണ്ടത്. ദ ഡീപ്പ് കോളത്ത് ദ ഡീപ്പ്. ആഴം ആഴത്തെ വിളിക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴം ആഴത്തെ വിളിക്കുന്നു. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവസ്നേഹത്തിൻ്റെ ആഴം മനുഷ്യസ്നേഹത്തിൻ്റെ ആഴത്തെ വിളിക്കുന്നു. ദൈവം മനുഷ്യനെ വിളിക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ. ഏതാണ് നീർച്ചാട്ടം? വെള്ളത്തിൻ്റെ പെരുപ്പം, വെള്ളച്ചാട്ടം, നീർച്ചാട്ടങ്ങൾ. വെള്ളച്ചാട്ടം ഏതാണ്? വെള്ളം. അത് ജീവജലമാണ്. ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനമാകുന്ന ജീവജലം നമ്മുടെ മേൽ തളിച്ചുകൊണ്ട് വചനത്താൽ നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴം
നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിൻ്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചാൽ ആഴം ആഴത്തെ വിളിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴം മനുഷ്യസ്നേഹത്തിൻ്റെ ആഴത്തെ വിളിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴമുള്ള ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നുള്ളതായ സ്നേഹത്തിൻ്റെ വിളി, അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അന്തർഭാഗത്തേക്ക്, അന്തരാളത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നു. ദൈവസ്നേഹം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവസ്നേഹം നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നീ എവിടെയെന്ന് ദൈവം ചോദിച്ചു. യഹൂദന്മാർ രാജാവായി പറഞ്ഞവൻ എവിടെയെന്ന് മനുഷ്യൻ ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സ്നേഹത്തോടെ വിളിക്കുന്നതുകൊണ്ട് നാം ദൈവത്തെ വിളിക്കണം. കുരിശുമേൽ കിടന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന്. എനിക്ക് ദാഹിക്കുന്നു. വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നില്ല, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു. നരകത്തിലേക്ക് വിഘ്നമില്ലാതെ തടസ്സമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ നരകത്തിയിൽ നിന്ന് വലിച്ചെടുക്കുവാനുള്ളതായി ദൈവത്തിൻ്റെ സ്നേഹത്തിലെ അധ്വാനമാണ് നാം കാണുന്നത്. ദൈവം വിളിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞ് കരയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. അന്നത്തെ റോമൻ പടയാളികൾ വിചാരിച്ചു യേശു ക്രിസ്തുവിനെ വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമാണെന്ന്. വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നില്ല, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു. അനേകരും ക്രൂശിൻ്റെ അർത്ഥം അറിയുന്നില്ലല്ലോ എന്നുള്ള ദാഹമായിരുന്നു. ക്രൂശ് എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ള ദാഹമായിരുന്നു. കുരിശിച്ച് യേശുവിനെ കുരിശിൽ തറച്ച് യേശുവിനെ വധിച്ചു കഴിഞ്ഞാൽ ഈ യേശുവിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമെന്നുള്ളതായി അവരുടെ ബോധ്യമായിരുന്നു. യഹൂദന്മാർ അങ്ങനെയാണ് വിചാരിച്ചത്. കുരിശിച്ച് കഴിഞ്ഞാൽ തീർന്നല്ലോ, ഈ നസ്രായൻ്റെ മതം തീർന്നല്ലോ എന്ന്. അവർ തൻ്റെ കുരിശിനെയോ ആ കുരിശിൻ്റെ അർത്ഥത്തെയോ ഒന്നും ഗ്രഹിക്കാതെ കർത്താവിനെ കഠിനമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാ തിന്മയും കർത്താവിനോട് ചെയ്യുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഒരു പരിഭവവും കൂടാതെ ഒരു പരാതിയും കൂടാതെ എല്ലാം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അതെല്ലാം കർത്താവ് സ്വീകരിച്ചു. എന്തിന്? കർത്താവ് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നതുകൊണ്ട്. ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നു. ഇന്നും അത് തന്നെ. നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് ദാഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും യഥാസ്ഥാനത്തിന് വേണ്ടി ദൈവം ദാഹിക്കുന്നു. നാം ഓരോരുത്തരും സത്യമായ മാനസാന്തരത്തിലേക്ക് വരുവാൻ വേണ്ടി ദൈവം ദാഹിക്കുന്നു. നാം ഓരോരുത്തരും നരകാത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും നരകത്തിലേക്ക് പോകരുതെന്ന് കർത്താവ് ദാഹിക്കുന്നു. നാം ഓരോരുത്തരും പൈശാചികൻ്റെ കെണിയിൽപ്പെട്ട് നശിച്ചു പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സാത്താൻ്റെ ബന്ധനത്തിൽപ്പെട്ട നാം ഓരോരുത്തരും അപകടത്തിലായി പോകരുത്, നിത്യമായി യാതനയിലായി പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹം നമ്മെ വിളിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നാം കർത്താവിന് വേണ്ടി ദാഹിക്കുക, കർത്താവിന് വേണ്ടി ദാഹിക്കുക, കർത്താവിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുക, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദാഹിക്കുക. കർത്താവിൻ്റെ ദാഹം തീർക്കാൻ നമ്മൾ കഴിവുള്ളത് നാം ചെയ്യുക, യേശുക്രിസ്തുവിൻ്റെ ദാഹം തീർക്കാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ദാഹം തീർക്കാൻ നമ്മെക്കൊണ്ട് എന്താകും? നമ്മെക്കൊണ്ട് എന്ത് സാധിക്കും? കർത്താവേ, എന്നെക്കൊണ്ടാവുമെന്ന് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ആയുസ് ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ ഭാവി ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ സകല കഴിവുകൾ ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ സമയം ഞാൻ നിനക്ക് തരുന്നു. കർത്താവേ, നീ എനിക്ക് തന്നതെല്ലാം ഞാൻ ഇതാ നിനക്ക് തിരികെ തരുന്നു. എന്തെല്ലാം നീ എനിക്ക് തന്നിട്ടുണ്ടോ എല്ലാം ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു. കർത്താവേ, എല്ലാം നിനക്ക് വേണ്ടി തന്നത് നീയാണ്. കർത്താവേ, നിനക്ക് വേണ്ടി ഞാനിത് അർപ്പണം ചെയ്യുന്നു. ഒന്നും എൻ്റേതല്ല, എനിക്കിന്നുള്ളതൊന്നും എൻ്റേതല്ല. യേശുവേ, നീ തന്നതാണ്. തന്നതല്ലാതെ എനിക്ക് ഒന്നുമില്ല. നീ തന്നതേ ഉള്ളൂ, ദാനമായി തന്നതേ ഉള്ളൂ. അതല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഞാനിതാ എല്ലാം തിരികെ ഏൽപ്പിക്കുന്നു. തന്നതല്ലാതെ ഇങ്ങ് ഒന്നുമില്ല ഈശോ, തന്നിടുന്ന എന്നെയുമേ. മനോഹരമായ ഗീതമാണ്, നമുക്ക് പാടിക്കേൾക്കാം. കുശവൻ കയ്യിൽ കളിമൺ പോൽ തിരുഹിതമിതുപോലതുപോലെ തിരുഹിതമിതുപോലതുപോലെ രൂപപ്പെടുത്തണമെന്നയുമേ. സഹിപ്പതിനുള്ളൊരു കൃപമതിയേ, സഹിപ്പതിനുള്ളൊരു കൃപമതിയേ.
തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യാൻ ദേവനിൻ കരുണയിലേ യോഗ്യത ലേശവുമില്ലാതെ. ദൈവത്തിന് സ്തോത്രം. നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. എൻ്റെ ആയുസ് നീ തന്നതാണ്, എൻ്റെ സമയം നീ തന്നതാണ്, എൻ്റെ ആരോഗ്യം നീ തന്നതാണ്, എൻ്റെ വിദ്യാഭ്യാസം നീ തന്നതാണ്, എൻ്റെ കുടുംബം നീ തന്നതാണ്, എൻ്റെ ജീവിതത്തിലെ ചുറ്റുപാടുകൾ നീ തന്നതാണ്. നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. നാഥാ, ഇതെല്ലാം ഞാനിതാ നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സമർപ്പിച്ചാൽ പ്രിയപ്പെട്ടവരെ, എല്ലാം 10 മടങ്ങായി 100 മടങ്ങായി നിങ്ങൾക്ക് തിരികെ കിട്ടും. എല്ലാം കൊടുത്താൽ എല്ലാം 100 മടങ്ങായി കിട്ടും. എല്ലാം 100 മടങ്ങായി കർത്താവ് തരും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആർക്കും കടക്കാരനായിരിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ആയുസ് ചെലവഴിക്കുമെങ്കിൽ കർത്താവ് നമുക്ക് എല്ലാം വർദ്ധിപ്പിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഇതാ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. ഒരു മനോഹരമായ കവിതയുണ്ട്, ദ ഹൗണ്ട് ഓഫ് ഹെവൻ. സുപ്രസിദ്ധമായൊരു കാവ്യമാണ്, മനോഹരമായൊരു കവിത, ദ ഹൗണ്ട് ഓഫ് ഹെവൻ. മലയാളത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിലെ വേട്ടനായി എന്ന് പറയാം. സ്വർഗത്തിലെ വേട്ടനായി, ദ ഹൗണ്ട് ഓഫ് ഹെവൻ. എന്താണത്? എഴുതിയ ആൾ ഫ്രാൻസിസ് തോംസൺ എന്ന് പറയുന്നയാളാണ്. ഫ്രാൻസിസ് തോംസൺ. ഈ ഫ്രാൻസിസ് തോംസൺ ബാല്യം മുതൽ അതിബുദ്ധിമാനായിരുന്നു, മഹാബുദ്ധിമാനായിരുന്നു. സാധാരണ കുട്ടികൾക്കുള്ളതിനേക്കാൾ വലിയ ബുദ്ധി അവനുണ്ടായിരുന്നു. അവൻ പക്ഷേ പഠിക്കാൻ പോയത് സെമിനാരിയിലാണ്. ഒരു പട്ടക്കാരനാകാൻ പഠിക്കാൻ പോയി. പക്ഷേ ഏറെക്കാലം അവിടെ നിന്നില്ല. അവൻ ആ സെമിനാരിയിൽ നിന്ന് പോന്നു, ആ വൈദിക സെമിനാരിയിൽ നിന്ന് പോന്നു. വേണ്ട, പട്ടക്കാരനാകേണ്ട, പുരോഹിതനാകേണ്ട തീരുമാനിച്ചു. പിന്നെ ഞാൻ പോയത് മെഡിസിൻ പഠിക്കാനാണ്, ചികിത്സ, ഡോക്ടറാകാൻ. മെഡിസിൻ പഠിക്കാൻ വേണ്ടി പോയി, ഡോക്ടറാകാൻ പഠിക്കാൻ പോയി. അതും പൂർത്തീകരിച്ചില്ല. അവൻ ഏതെല്ലാമോ ചില ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടു, ചില ദുശ്ശീലങ്ങൾ പഠിച്ചു, വേണ്ടാത്ത ചില ബന്ധങ്ങളെല്ലാമായി വളരെ വൃത്തികെട്ട ജീവിതം നയിച്ചു. ഒരു സുബോധമില്ലാത്തതിനെ പോലെ അലഞ്ഞിരിക്കാൻ തുടങ്ങി. ഒരു ഭിക്ഷക്കാരനെ പോലെയോ ഒരു ഭ്രാന്തനെ പോലെയോ വഴിയോരത്തൂടെ അവൻ നടക്കും, അലഞ്ഞു തിരിയും. എപ്പോഴും അവൻ്റെ കയ്യിൽ ഒരു പേനയും കടലാസും കാണും. അവൻ ഇടയ്ക്കിടയ്ക്ക് ആ കടലാസിൽ എന്തെല്ലാം കുറിച്ച് വയ്ക്കും. കുറിക്കുന്നത് അവൻ റോഡരിയിൽ ഇടും, റോഡരിയിൽ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ പീഡിയ തൊണ്ടയിലോ ഉപേക്ഷിക്കും. അവൻ എന്താണ് എഴുതുന്ന ആരും ശ്രദ്ധിക്കാറില്ല, ആരും ഗൗനിക്കാറില്ല. ഏതോ ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്ന മനുഷ്യൻ എന്തെല്ലാമോ കുറിച്ച് വയ്ക്കുന്നു, സുബോധമില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ആളുകൾ അത്രയും വിചാരിച്ചുള്ളൂ. ഫ്രാൻസിസ് തോംസൺ ഇങ്ങനെ കുറിച്ച് വെച്ച ചില കടലാസുകൾ അവൻ രാത്രി കിടന്നുറങ്ങിയ ഒരു കടയുടെ വരാന്തയിൽ നിന്ന് ഒരാൾക്ക് കിട്ടി. ആളുടെ പേര് ഡേവിഡ് മെയ്നൽ എന്നാണ്. ഡേവിഡ് മെയ്നൽ. ഈ മെയ്നൽ ഈ കിട്ടിയ കടലാസ് നോക്കിയപ്പോൾ അതിന് മനസ്സിലായി, ഈ കടലാസ് സുന്ദരമായ കവിതയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമായ കവിതയാണ്, വളരെ കാവ്യ മാധുര്യമുള്ള സുന്ദരമായൊരു കാവ്യശില്പമാണത്. അദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നി. അന്വേഷിച്ച് ചോദിച്ചു, ചെറുപ്പക്കാരൻ ആരാണിത് എഴുതിയത്? അന്വേഷിച്ച് നടന്നപ്പോൾ ഈ ഫ്രാൻസിസ് തോമസിനെ കണ്ടുകിട്ടി. അവനെ വിളിച്ചുകൊണ്ട് വന്നു, വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഒരു യാചകനെ പോലെ നടന്നവനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഡേവിഡ് മെയ്നലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ ചെറുപ്പക്കാരനെ വളരെ വാത്സല്യപൂർവ്വം ശുശ്രൂഷിച്ചു, സ്നേഹത്തോടെ ലാളിച്ച് ശുശ്രൂഷിച്ചു. അവരുടെ സ്നേഹം അവനെ വീർപ്പ് മുട്ടിച്ചു. അവരുടെ സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാക്കി. അവൻ ഏതാനും നാളുകൊണ്ട് അവൻ്റെ സ്വഭാവം മാറി, അവൻ്റെ പ്രാകൃത സ്വഭാവം മാറി, പ്രാകൃത രൂപം മാറി, അവൻ്റെ വികലമായ രൂപം മാറി, വികലമായ ബുദ്ധി മാറി, നല്ല തെളിഞ്ഞ ബുദ്ധിയുള്ളവനായി തീർന്നു, നല്ല ബുദ്ധിശാലിയായി തീർന്നു. അവൻ പിന്നെ ഇരുന്ന് കവിതകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതിയ ഒരു കവിതയാണ് വിശ്വപ്രസിദ്ധമായ ഹൗണ്ട് ഓഫ് ഹെവൻ. ദ ഹൗണ്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിൻ്റെ വേട്ടനായ. ഒരു മുയൽ വേട്ടനായ്ക്കൾ കണ്ട് ഓടുമ്പോൾ മുയലുകൾ അതിൻ്റെ പിന്നാലെ ഓടി ചെന്ന് അതിനെ പിടികൂടുന്നത് പോലെ സ്വർഗത്തിലെ
നിത്യസ്നേഹം എൻ്റെ പിന്നാലെ പാഞ്ഞു വന്നു എന്നാണ് എൻ്റെ അർത്ഥം. സ്വർഗത്തിൻ്റെ വേട്ടനായ നിത്യനായ കർത്താവായ യേശുക്രിസ്തു എൻ്റെ പിന്നാലെ പാഞ്ഞു വരുന്നു. യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ വന്ന് എന്നെ പിടികൂടി എന്നെ സ്വന്തമാക്കാൻ യേശുക്രിസ്തു അധ്വാനിക്കുന്നു. എൻ്റെ മ്ലേച്ഛമായ ജീവിതത്തിൽ നിന്ന് എനിക്ക് മാറ്റം തന്ന്, എൻ്റെ അശുദ്ധമായ ജീവിതഗതികളിൽ നിന്ന് എനിക്ക് രൂപാന്തരം തന്ന്, എന്നെ രൂപാന്തരപ്പെടുത്തി നല്ലവനാക്കാൻ ക്രിസ്തു അധ്വാനിക്കുന്നു. അതാണ് എനിക്കിപ്പോൾ കിട്ടിയ അനുഭവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഏറ്റവും വഷളനായി ജീവിച്ചു, ഏറ്റവും മലിനമായ സാഹചര്യത്തിൽ ഞാൻ ജീവിച്ചു, ഏറ്റവും ഹീനമായ ജീവിതം ഞാൻ നയിച്ചു, ആർക്കും അറയ്ക്കത്തക്കൊണ്ട് ഞാൻ ജീവിച്ചു പോയി. പക്ഷേ യേശു എന്നെ തേടി വന്നു. യേശു തേടി വന്നത് ഡേവിഡ് മെയിനിൽ കൂടിയാണ്. ഈ ദൈവദാസനിൽ കൂടിയാണ് യേശു എന്നെ തേടി വന്നത്. ഞാൻ മറുതലിച്ച് ഓടിയപ്പോഴെല്ലാം യേശു പിന്നാലെ ഓടിപ്പാഞ്ഞു വന്നു. ഒരു വേട്ടനായ അത് ഇരയെ പിടിക്കുന്നത് പോലെ യേശു എന്നെ പിടികൂടി. യേശു എന്നെ കടിച്ചു പിടിച്ച് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കേൾക്കുമ്പോൾ നാം ഓർക്കുക, നമ്മെ തേടുന്ന ദൈവസ്നേഹം, ഗോകുൽത്തായിലെ സ്നേഹം, കുരിശിലെ സ്നേഹം, മഹാത്ഭുതമേ കാൽവറിയിൽ കാണുന്ന സ്നേഹം എന്നൊരു പാട്ടുണ്ട്. കാൽവറിയിലെ സ്നേഹം മഹാത്ഭുതം, അത്ഭുത സ്നേഹം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരെങ്കിലും നമ്മൾ ദ്വേഷിക്കുമ്പോൾ നമുക്ക് നീരസം വരും, സ്വാഭാവികമായിട്ടും. ആരെങ്കിലും ഒരു കാര്യമില്ലാതെ നമ്മൾ ചീത്ത പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ആരെങ്കിലും ഒരു കാര്യമില്ലാതെ നമ്മൾ പഴിക്കുകയോ ദുഷിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു വേദന വരും. എന്നാലോ യേശുക്രിസ്തുവിനെ മുഖത്ത് തുപ്പിയിട്ട് കർത്താവിനൊരു പരിഭവം തോന്നിയില്ല. യേശുക്രിസ്തുവിൻ്റെ കനത്തടിച്ചിട്ടും ചെകിട്ടത്തു നിന്ന് രോമങ്ങൾ പിഴുതെടുത്തിട്ടും കർത്താവിന് ഒരു പ്രയാസം തോന്നിയില്ല, ഒരു പരിഭവം തോന്നിയില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് തുപ്പി, മുഷ്ടി ഉരുട്ടി മുഖത്തേക്ക് ഇടിച്ചു, ശിരസിൽ മുൾമുടി ചാർത്തി, മുൾമുടിയിലെ കോലുകൊണ്ട് ആഞ്ഞാഞ്ഞടിച്ചപ്പോൾ മുള്ളു വന്ന് തലയിൽ തറഞ്ഞ് കയറിയിട്ട് ആ മുള്ളിൻ്റെ അറ്റം കണ്ണിൽ വന്ന് കന്ന് ഇങ്ങ് പുറമേ അതിൻ്റെ അറ്റം കണ്ടു എന്ന്. എത്ര ഭയാനകം! ചോര ഇറ്റിറ്റൊഴിച്ച് ഒഴുകി ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. വേദനയുടെ പാരമ്യത്തിൽ കിടക്കുമ്പോഴും കർത്താവും ഒരു വിധത്തിലും പരിഭവിച്ചില്ല. കൈകളും കാലുകളും ആണിയടിച്ച് തകർത്തു. പുറത്ത് ഉഴചാലുകൾ കീറുന്നതുപോലെ ചാട്ടവാറുകൊണ്ട് അടിയേറ്റു. കർത്താവിൻ്റെ ചങ്ങലയിൽ കുന്തം കൊണ്ട് കുത്തി. അപ്പോഴെല്ലാം കർത്താവിന് പരിഭവം ഉണ്ടായില്ല. പറയാൻ എളുപ്പമാണ്, തീർച്ചയായിട്ടും എളുപ്പമാണ്. പക്ഷേ ഇത് ജീവിതത്തിൽ ഇതെല്ലാം വരുമ്പോൾ, ഇത് നാം അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ യാതനയെ നാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ യാതനകളെ, നമുക്ക് നേരിടുന്നതായ പ്രതിസന്ധികളെ നാം എങ്ങനെയാണ് നേരിടുന്നത്? നമുക്ക് പരിഭവമില്ലാതെ നേരിടാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ പരിഭവമില്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും ഭാര്യയ്ക്ക് ഭർത്താവിനോട് പരിഭവം, ഭർത്താവിന് ഭാര്യയോട് പരിഭവം, മക്കൾക്ക് മാതാപിതാക്കളോട് പരിഭവം, മാതാപിതാക്കൾക്ക് മക്കളോട് പരിഭവം, സഹോദരങ്ങൾ തമ്മിൽ പരിഭവം, പരാതി, അഭിപ്രായ വ്യത്യാസം. എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു എന്ന പാഠം നാം പഠിച്ചില്ല. ഒന്നോർക്കൂ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്തായ പാഠം ഇങ്ങോട്ട് പഴിക്കുകയും ദുഷിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ അങ്ങോട്ട് സ്നേഹം മാത്രം കൊടുക്കുന്നു. ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ചങ്കിൽ നിന്ന് പുറപ്പെട്ടത് രക്തം മാത്രം, വേറൊന്നും പുറപ്പെട്ടില്ല. ആ അധരങ്ങളിൽ നിന്ന് വേറൊന്നും പുറപ്പെട്ടില്ല. കുന്തം കൊണ്ട് കുത്തി ചോരയും നീരും പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. മുഖത്തേക്ക് തുപ്പി അവിടെ നിന്ന് സ്നേഹം മാത്രം. പിതാവേ, ഇവർ ചെയ്യുന്നതിൻ്റെതായെന്ന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. സ്നേഹം മാത്രം. കുരിശിലെ 7 തിരുമൊഴികളും നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് ധ്യാനിക്കുമെങ്കിൽ സ്നേഹത്തിൻ്റെ പരമോന്നതമായ ത്യാഗവേദിയെ നിങ്ങൾക്ക് സന്ദർശിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ത്യാഗം, സ്നേഹം. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞാൻ ഭയത്തോട് പറയുന്നു, ഇതെല്ലാം പറയാൻ എളുപ്പമാണല്ലോ എന്ന്. ഞാൻ പേടിയോടെ പറയുകയാണ്. ഒരു നാൾ ഞാൻ അക്കദേശത്ത് കടന്നു ചെല്ലുമ്പോൾ കർത്താവ് എന്നോട് ചോദിക്കുമോ, നിന്റെ ജീവിതത്തിൽ അനുഭവമില്ലാത്തത് നീ എന്തിനു പറഞ്ഞു എന്ന്? ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഭവമില്ലാതെ നീ എന്തിനു പ്രസംഗിച്ചു എന്ന് ചോദിക്കുമോ? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ സുവിശേഷ വില ചെയ്യുന്ന ഭയത്തോടെയാണ്. കർത്താവിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾ തിരിച്ചറിയുക. സ്നേഹത്തിൻ്റെ ആ സ്വർഗീയ ഉറവിടത്തിൽ നിന്ന് ഒഴുകി വരുന്നതായ സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കിനിഞ്ഞിറങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിൻ്റെ അരുവി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പൊട്ടിപ്പുറപ്പെട്ട് കടന്നു വരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ അരുവി പൊട്ടിപ്പുറപ്പെടട്ടെ. ഗോകുൽത്തായിലെ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകുന്നു.
നിങ്ങളുടെ സ്നേഹം സകല മനുഷ്യരിലേക്ക് ഒഴുകുന്നു. അങ്ങനെയാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനുള്ള ഏക വിശുദ്ധ റൂഹ നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയാം, യേശുവേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചല്ലോ, നീ നിന്നെ തന്നെ എനിക്ക് വേണ്ടി തന്നല്ലോ, നിന്നെ തന്നെ നീ എനിക്ക് വേണ്ടി കുരിശിൽ അർപ്പണം ചെയ്തുവല്ലോ. ഇതാ കർത്താവേ, ഞാനിതാ എന്നെ തന്നെ നിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ, നിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. നാഥ, ഞാൻ അറിയുന്നു നീ നിൻ്റെ അരിമ കരം കൊണ്ട് എൻ്റെ ഹൃദയവാതിൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നുവെന്ന്. സ്നേഹം ഹൃദയത്തിൽ മുട്ടുന്നു. കർത്താവേ, കുരിശിലെ സ്നേഹം എൻ്റെ ഹൃദയവാതിൽ മുട്ടുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാനിതാ തുറക്കുന്നു. നാഥ, നീ എഴുന്നള്ളി വരണമേ. യേശുവേ, നീ എഴുന്നള്ളി വരണമേ. ഞാൻ നിന്നെ എതിരേൽക്കുന്നു. ഞാൻ നിനക്ക് വഴിയൊരുക്കുന്നു. ഞാൻ നിനക്ക് പാത നിരപ്പാക്കുന്നു. യേശുവേ, നിൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ തന്നെ ഹൃദയം തുറക്കൂ. യേശുവോട് പറയൂ, യേശുനാഥ, എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷക, എനിക്ക് വേണ്ടി തിരക്തം ചിന്തിയ രക്ഷക, എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ രക്ഷക, നിൻ്റെ പാദപീഠത്തിൽ എന്നെയും എനിക്കുള്ളതിനെയും ഞാൻ സമർപ്പിക്കുന്നു. ഇനി നാഥ, എനിക്കുള്ളതൊന്നും എൻ്റേതല്ല, നിൻ്റേതാണ്. ഇതുവരെ എനിക്കുള്ളതല്ല, എൻ്റേതായിരുന്നു. എന്നാൽ ഇന്നു മുതൽ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു. എനിക്കിനി സ്വന്തമായിട്ടൊന്നുമില്ലപ്പാ, എനിക്ക് ഇനി സ്വന്തമായിട്ടൊന്നുമില്ല. നാഥ, എന്നെയും എനിക്കുള്ളതിനെയും സമ്പൂർണ്ണമായ എൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. സമർപ്പിക്കൂ പ്രിയപ്പെട്ടവരെ. ലജ്ജിക്കാതെ സമർപ്പിക്കൂ. സമർപ്പിക്കൂ പ്രിയപ്പെട്ടവരെ. ഒട്ടും സംശയിക്കാതെ സമർപ്പിക്കൂ. യേശു ഇതാ കരം നീട്ടി നിൽക്കുന്നു. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശു നിങ്ങളെ സ്വീകരിക്കട്ടെ. യേശു നിങ്ങളെ വാഴ്ത്തട്ടെ. യേശു നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. യേശു നിങ്ങളുടെ മേൽ തൻ്റെ തിരുനാമം എഴുതട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ തിരുനാമം തന്നെ നിങ്ങളുടെ നെറ്റിമേൽ ചാർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ തിരുനാമം നിങ്ങളുടെ നെറ്റിമേൽ എഴുതി വയ്ക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ തിരുനാമം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു തിരുരക്തങ്ങളുടെ മേൽ തളിക്കട്ടെ. യേശുവിൻ്റെ തിരുരക്തങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നതായി തീരട്ടെ. യഥാസ്ഥാനപ്പെടുവീൻ. ഹല്ലേലൂയ. യഥാസ്ഥാനപ്പെടുവീൻ. അനുഗ്രഹം പകരട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, ഈ അതിമനോഹരമായ സമയത്തിനായി സ്തോത്രം. തിരു സാന്നിധ്യത്തിനായി സ്തോത്രം. അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അപ്പോൾ അവിടുത്തെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.